ബൈബിൾ പറയാണ് മന്ന തീയിലിട്ടാൽ ഉരുകില്ല, പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഉരുകും. അപ്പൊ ഈ ഉദാഹരണം കാണിച്ചിട്ട് ബൈബിൾ പറയുകയാണ്, തീയിലിട്ടാൽ ഉരുകാത്തത്, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. അതായത് ഈ നിന്റെ സകല കഠിനാധ്വാനവും, നിന്റെ നീ പഠിച്ച 18 അടവുകളും പയറ്റിയിട്ട് നിനക്ക് മറികടക്കാൻ പറ്റാത്തത്, നീ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചാൽ നീ മറികടക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും. നിന്റെ പഠിച്ച 18 പണി നോക്കിയിട്ട് നടക്കാത്ത നിന്റെ കേസുണ്ടല്ലോ, നീ വെളുപ്പിനെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചാൽ അതിനകത്തൊരു തീരുമാനം ഉണ്ടാവും. അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. അടുത്ത വാക്യം, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. അത് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കണമെന്ന് സൂചന തരാനാണ് മന്നായുടെ ഈ സ്വഭാവം ദൈവം അങ്ങനെ രൂപപ്പെടുത്തിയത്. എന്നിട്ട് 29, കൃതജ്ഞന്റെ, നന്ദിയില്ലാത്തവന്റെ, നന്ദി കെട്ടവന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽമഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.